ബുക്കുകളും ഒരുപാട് ഐറ്റംസും വെക്കുന്ന വലിയൊരു മേശയായിരുന്നു ഇവിടെ അയൺ ടേബിളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ തവണ ഇസ്തിരി ഇടാൻ പോകുമ്പോഴും ഈ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുക, ഇസ്തിരി ഇട്ട് കഴിഞ്ഞിട്ട് അത് വീണ്ടും എടുത്ത് തിരിച്ചു വെക്കുക. ഇതൊരു ലിറ്ററലി ഒരു വള്ളിയായിരുന്നു സത്യത്തിൽ. അങ്ങനെയാണ് മറ്റൊരു അയൺ ബോക്സ് ടേബിളിനെ പറ്റി ചിന്തിക്കുന്നത്. പൊതുവേ നമ്മുടെ നെറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അയൺ ബോക്സ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഒരു മെറ്റലിൻ്റെ ഒരു സംതിങ് അലൂമിനിയാണോ എന്താണെന്ന് അറിയില്ല, അതിൻ്റെ ആ ഒരു സ്റ്റാൻഡിന് വീതി ഏകദേശം ഇത്ര വീതിയേ ഉള്ളൂ. ആ ഒരു വീതിയിൽ നമുക്ക് ഷർട്ടും മുണ്ടും ഒക്കെ ഇസ്തിരിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് അത് ആദ്യമേ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സാധനം കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇതെടുത്ത് നിവർത്തിയാൽ മതി. ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ മടക്കി അതേപോലെ ചുമരിനോട് പറ്റിച്ച് വെക്കാവുന്നതാണ്. ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ ഡിഫറെൻറ്റ് ക്വാളിറ്റിയിൽ ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട്. ഇതിൻ്റെ ഏറ്റവും ബോറായിട്ടുള്ള രീതിയിൽ ഇത് ഉണ്ടാക്കി വിൽക്കുന്ന ആളുകളുടെ വീഡിയോ വരെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആളുകളുടെ അടുത്ത് നിന്ന് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. സ്റ്റാൻഡ് ആണെങ്കിലും അതേപോലെ തന്നെ ഇതുണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ, ഇതിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള കോട്ടിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കോട്ടിംഗ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അത്യാവശ്യം പ്രീമിയം ടച്ചുള്ള കവറിങ് തന്നെയാണ് അവരിതിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അയൺ ബോക്സ് വെക്കാനുള്ള വുഡിൻ്റെ സ്റ്റാൻഡും ലഭിക്കുന്നതാണ്. ഞാൻ ഓൺലൈനായിട്ടാണ് ഓർഡർ ചെയ്തത്. അവരുടെ സ്ഥലം പാലക്കാടോ മറ്റോ ആണ്. ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊറിയറായിട്ട് നമുക്ക് അയച്ചു തരികയാണ് ചെയ്യുക. എന്നിട്ട് നമ്മളത് ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ച് അവർ ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. ഫിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ തോന്നിയ പോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കണമെന്നില്ല. അപ്പോൾ നല്ല രീതിക്ക് അളവുകളൊക്കെ എടുത്തിട്ട് തന്നെ ഫിറ്റ് ചെയ്യുക. അവരുടെ അടുത്ത് ഇതിൻ്റെ 3 കളർ വേരിയൻ്റ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 2 ഡിഫറെൻറ്റ് സൈസും അവൈലബിൾ ആണ്. ബെറ്റർ വലിയ സൈസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്.